Hello everyone, welcome back to my channel. ഞാൻ എപ്പോഴും ഇടുന്നേക്കാളും വീഡിയോയിൽ നിന്ന് ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും യൂട്യൂബ് കുറേ റൂൾസൊക്കെ മാറ്റിയിട്ടുണ്ട്. ജൂലൈ 15-ന് ശേഷം ഒരുപാട് ചേഞ്ചസ് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷന് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മുമ്പൊക്കെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് റൂൾസ് വന്നതുകൊണ്ട് തന്നെ മൊത്തം യൂട്യൂബ് ക്രൈറ്റീരിയ മാത്രം ഫോളോ ചെയ്താൽ പറ്റൂല. ഇപ്പോൾ വന്നിരിക്കുന്ന റൂൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. മുമ്പ് മോണിറ്റൈസേഷൻ ആയ ചാനലുകൾക്ക് പോലും ഇപ്പോൾ വന്ന റൂൾസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ അൺമോണിറ്റൈസേഷൻ ആവാനും ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ പേര് ചാനലൊക്കെ മോണിറ്റൈസേഷൻ മാറിയിട്ടുണ്ടെന്നും കേട്ടു ഞാൻ. ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മുന്നേ ഉണ്ടായിരുന്നത് പോലെ തന്നെ 1000 സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 4000 വാച്ച് അവറുമാണ് യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത്. 4000 വാച്ച് അവർ 365 ദിവസത്തിനുള്ളിലും 1000 സബ്സ്ക്രൈബർ ലൈഫ് ലോങ് ആണ്. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് പറഞ്ഞിട്ടുള്ള ഷോർട്സിൻ്റെ കുറച്ച് ക്രൈറ്റീരിയ എന്തെന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബറും അതുപോലെ തന്നെ 90 ഡേയ്സിൽ 10 മില്യൺ വ്യൂസും ഉണ്ടായിരിക്കണം. അതാണ് യൂട്യൂബ് പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ. അത് മുന്നേ ഇപ്പോഴും സെയിം ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ റൂൾസ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാച്ച് അവർ 365 ദിവസത്തിനുള്ളിൽ വേണമെന്ന് പറയുന്നത് അത് പബ്ലിക് വാച്ച് അവർ മാത്രമേ കൂട്ടുകയുള്ളൂ. അതുപോലെ തന്നെ അൺലിസ്റ്റഡ് വാച്ച് അവറും കൂട്ടാറില്ല. അതിനുള്ള ക്രൈറ്റീരിയ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും വരാൻ പാടില്ല. 3 സ്ട്രൈക്കിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റൂല. അത് യൂട്യൂബ് തന്നെ ആ ചാനൽ റിമൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാവരുടെ ചാനലും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. അത് എനേബിൾ ആവാത്ത ചാനലുകളെയും യൂട്യൂബ് മോണിറ്റൈസേഷൻ എടുക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഈ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ചാനലുകൾക്ക് വേണ്ടിയാണ് കൂടുതൽ ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്തതായി വന്നിട്ടുള്ളത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് സെറ്റിംഗ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ എല്ലാ അഡ്വാൻസ് സെറ്റിംഗ്സും എനേബിൾ ആയിരിക്കണമെന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലാത്തവരും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം എനേബിൾ ആണോ എന്നുള്ളത്. ഇതൊക്കെ നോർമലി എല്ലാവരും ചെയ്താൽ തന്നെ മോണിറ്റൈസേഷൻ ആകുമെന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ യൂട്യൂബ് കുറേ റൂൾസ് കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഒറിജിനൽ കണ്ടന്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി മോണിറ്റൈസേഷൻ കൊടുക്കൂ എന്നാണ്. റിപ്പീറ്റഡ് കണ്ടന്റ് ചെയ്യുന്നവർക്ക് മോണിറ്റൈസേഷൻ ഇനി കിട്ടില്ല. അത് യൂട്യൂബ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനത്തെയുള്ള കുറേ ചാനലിലെ മോണിറ്റൈസേഷൻ പോയിട്ടുമുണ്ട്. നമ്മളിപ്പോൾ വേറെ ഒരാളുടെ ചാനലിൽ നിന്ന് കുറച്ച് വീഡിയോസിൻ്റെ പാർട്സ് കട്ട് ചെയ്തിട്ട് നമ്മളെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ വ്യൂവേഴ്സും സബ്സ്ക്രൈബറൊക്കെ കിട്ടും. പക്ഷേ ഇനി മുതൽ ആ ചാനലിലൊന്നും മോണിറ്റൈസേഷൻ ചെയ്യാൻ കഴിയില്ല. കാരണം മറ്റൊരാളുടെ കണ്ടൻറ്റാണ് നമ്മളെടുത്ത് വീഡിയോസ് ചെയ്യുന്നത്. നമ്മളുടെ ഓൺ കണ്ടൻറ്റിൽ വീഡിയോസ് ചെയ്യുന്നത് മാത്രമേ ഇനി യൂട്യൂബ് ചെക്ക് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബ് പറഞ്ഞതാണ് റിപ്പീറ്റഡ് വീഡിയോ ചെയ്യുന്നവർ. ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ 2-3 വീഡിയോസ് ഒരേ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ആ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ സീനൊക്കെ ഒരുപോലെ എടുത്തിടുകയാണെങ്കിൽ ആ ചാനലിൽ മോണിറ്റൈസേഷൻ യൂട്യൂബ് തരുന്നതല്ല. പിന്നെ സ്ലൈഡ് ഷോ ചെയ്യുന്നവർക്കും ചുമ്മാ സോങ്സ് ഒക്കെ ഇട്ടിട്ട് സ്ലൈഡ് ഷോ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കും ഇനി മോണിറ്റൈസേഷൻ തരുന്നതല്ല. അതുപോലെ തന്നെ AI ജനറേറ്റ് ചെയ്ത വീഡിയോസിന് മോണിറ്റൈസേഷൻ തരില്ല. പക്ഷേ അതിൻ്റെ കുറേ ഫീച്ചേഴ്സൊന്നും വന്നിട്ടില്ല. എന്താണ് യൂട്യൂബ് കറക്റ്റായിട്ട് പറയുന്നത് അതിനെപ്പറ്റി കൂടുതലായിട്ട് യൂട്യൂബ് പുറത്തിറക്കിയിട്ടില്ല. കുറേ പേർക്കൊന്നും ഇങ്ങനെ ചെയ്യുന്നവർക്ക് പോലും ചാനലിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. 7 ഡേയ്സിനുള്ളിലാണ് ഓരോ ചാനലും അപ്ഡേഷൻ ആവുന്നത്. നമുക്കിപ്പോൾ നമ്മളെ വാച്ച് അവറൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമ്മളെ വാച്ച് അവറൊക്കെ 7 ദിവസത്തിന് പുറകിലോട്ടായിരിക്കും കാണിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്ന വാച്ച് അവർ ഇന്ന് തന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കില്ല. പുറകിലോട്ടുള്ള വാച്ച് അവറാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസം എടുക്കും ഈ അപ്ഡേഷനൊക്കെ ഒന്ന് നിലവിൽ വരാനായിട്ട്. ഇത് നമ്മുടെ YT സ്റ്റുഡിയോയിലെ ഏൺ സെക്ഷനിൽ തന്നെ നമുക്കിത് അറിയാൻ പറ്റും. ഇതിലെന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്, നമുക്ക് ഏൺ ചെയ്യാനായോ. YT സ്റ്റുഡിയോയിൽ തന്നെയാണ് നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ ബോക്സോ എനേബിൾ ആണോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ യൂട്യൂബ് പറഞ്ഞ ഒന്നാണ് നമ്മൾ യൂട്യൂബിലൊരു ബയോ കൊടുക്കുമല്ലോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട്. അതിൽ നിന്ന് വ്യതിചലിച്ച് വീഡിയോ ചെയ്താൽ അതും ഇനി മോണിറ്റൈസേഷൻ ആവില്ല. ഒരു കറക്റ്റ് തീം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മോണിറ്റൈസേഷൻ ആവുള്ളൂ. ഒരു കണ്ടന്റ് നമ്മൾ ഇടുമ്പോൾ അത് എന്തിനെങ്കിലും ബേസ്ഡ് ആയിരിക്കണം, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി യൂട്യൂബ് നമുക്ക് മോണിറ്റൈസേഷൻ തരുള്ളൂ. കുറച്ചിനും വീഡിയോസിലേക്ക് കിട്ടുന്ന വാച്ച് അവറും വ്യൂവേഴ്സും എല്ലാം യൂട്യൂബിന് ചെക്ക് ചെയ്യും. അത് ബോട്ടാണോ ഓർഗാനിക് ആണോ എന്നുള്ളതെല്ലാം യൂട്യൂബിന് ചെക്ക് ചെയ്തിട്ടായിരിക്കും മോണിറ്റൈസേഷൻ തരുന്നത്. ഇപ്പം മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകൾക്ക് പോലും ഇത് ബാധകമാണ്. അതെല്ലാം അൺമോണിറ്റൈസേഷൻ ആകാനുള്ള ചാൻസും കൂടുതലാണ്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, മുമ്പത്തെ പോലെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ഈസി മാറ്റർ അല്ല, കുറച്ച് ടഫായിട്ടുള്ള പ്രോസസ്സാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതല്ല. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ഓൺ കണ്ടൻറ്റൊക്കെ ഇട്ട് റിപ്പീറ്റഡ് കണ്ടൻറ്റ് ഒന്നും ഇടാതെ നമ്മുടെ ഓൺ കണ്ടൻറ്റ് മാത്രം ഇട്ടതിന് ശേഷം വീഡിയോ ചെയ്യാവുന്നതാണ്. യൂട്യൂബ് എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർ ഇനി ലൈക്ക് സബ്സ്ക്രൈബ് മാത്രം പറഞ്ഞാൽ പോരാ, ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ പറയണം. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാവേ. യൂട്യൂബ് സൈലൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു ഫീച്ചറാണ്. കുറേ ക്രിയേറ്റേഴ്സിനൊക്കെ ഇത് വന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇത് വന്നിട്ടില്ല. ഹൈപ്പ് എന്ന് പറയുന്ന ഫീച്ചർ കമൻറ്റ് സെക്ഷനിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കമൻറ്റ് ബോക്സിൽ സ്വൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഈ ഹൈപ്പ് എന്നുള്ളതിൽ പ്രസ് ചെയ്യുമ്പോൾ ഹൈപ്പ് 2.6K പോയിൻറ്റ്സ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഹൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ 2.6K പോയിൻറ്റ്സ് ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലീഡർ ബോർഡ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയ വീഡിയോസാണ് ഇതിലുള്ളത്. ഒരാഴ്ചയിൽ 3 വീഡിയോസ് മാത്രമേ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈപ്പ് കൂടുന്തോറും ചാനലിൻ്റെ ഗ്രോത്തും കൂടാനുള്ള ചാൻസ് ഉണ്ട്. പറയുന്നത് 500 സബ്സ്ക്രൈബറിന് മുകളിലുള്ളവരായിരിക്കണം, അതുപോലെ തന്നെ 5 ലക്ഷം സബ്സ്ക്രൈബറിന് താഴെയുള്ളവരും ആയിരിക്കണം. സ്മാൾ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ വ്യൂസ് കൂട്ടാനും അവരുടെ ലീഡ് ഉയർത്താനും വേണ്ടിയാണ് യൂട്യൂബ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 7 ഡേയ്സിനുള്ളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിനൊന്നും നമുക്കിത് കാണാൻ പറ്റൂല. അപ്പോൾ നിങ്ങളുടെ മുന്നത്തെ വീഡിയോസിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കും ഹൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണതിന് കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് എത്തുന്നതിൻ്റെ ലീഡും കൂടുകയും ചെയ്യും. ഹൈപ്പ് കൂടുന്തോറും നമ്മുടെ ലീഡും കൂടും, വ്യൂസും കൂടും. അതുപോലെ തന്നെ വ്യൂസ് കൂടിയ നോർമലി നമ്മുടെ സബ്സ്ക്രൈബറും കൂടും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. അപ്പം ഇനി സബ്സ്ക്രൈബറും ലൈക്കും കമൻറ്റും ചെയ്യാൻ പറയുന്നതോടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഹൈപ്പിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇതിലൂടെ തന്നെ നമുക്ക് ഏണിങ്സും കൂടുതൽ കിട്ടും. ഹൈപ്പിൻ്റെ ലീഡർ ബോർഡിൽ ഫസ്റ്റൊക്കെ വരുന്നവർക്ക് നല്ല ഏണിങ്സ് കിട്ടും. അതുപോലെ നമുക്കും ഒരുപാട് പേർക്ക് ഹൈപ്പ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം നമുക്കും ഏണിങ്സ് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വീക്കിൽ 3 വീഡിയോസ് മാത്രമേ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ഹൈപ്പ് വേണമെന്നുള്ളെങ്കിൽ നമ്മൾ ഹൈപ്പ് ബൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ പൈസ നമ്മൾ പേ ചെയ്തിട്ട് വേണം നമ്മൾ ഹൈപ്പ് കൂട്ടാനായിട്ട്. അല്ലെങ്കിൽ ഒരു വീക്കിൽ 3 വീഡിയോസ് മാത്രമേ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എല്ലാവരുടെ ചാനലിലും വന്നിട്ടില്ല, കുറച്ച് പേരുടെ ചാനലിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. 500 സബ്സ്ക്രൈബറിന് മുകളിലുള്ളവർക്കും 5 ലക്ഷം സബ്സ്ക്രൈബറിന് താഴെ ഉള്ളവർക്കുമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിലൂടെ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് കൂട്ടാനും നമുക്ക് സഹായിക്കും. ഒക്കെയാണ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്കൊന്നും ഹൈപ്പിനെ പറ്റി അറിയില്ലായിരിക്കും. അപ്പോൾ ഞാനുള്ള ഫ്രണ്ട്സിനൊക്കെ ഹൈപ്പിനെ പറ്റി അറിയണമെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവും, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ പറയുന്നതിലൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ പറയാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഒരു മെയിൻ കാര്യമാണ് മെറ്റാ ഡേറ്റ തട്ടിപ്പ്. അതെന്ന് പറയുമ്പോൾ തമ്പിനയിൽ നമ്മൾ കാണിക്കുന്ന തട്ടിപ്പാണ്. അകത്തൊരു കണ്ടന്റ് ആയിരിക്കും, പക്ഷേ തമ്പിനയിൽ നമ്മൾ വേറൊരു കണ്ടന്റ് ആയിരിക്കും ഇടുന്നത്. അങ്ങനെയുള്ള ചാനലുകളിലും യൂട്യൂബിന് ചെക്ക് ചെയ്തിട്ട് മോട്ടിവേഷൻ തരുന്നതല്ല. ആ വീഡിയോസ് എല്ലാം യൂട്യൂബ് ബാൻ ചെയ്തിരിക്കുകയാണ്. തമ്പിനയിലും നമുക്ക് അകത്ത് കാണിച്ചിരിക്കുന്ന വീഡിയോസ് അനുസരിച്ച് വേണം നമ്മൾ തമ്പിനയിലും ചെയ്യാനായിട്ട്. മെയിനായിട്ട് യൂട്യൂബിൽ വന്ന കുറേ റൂൾസ് എന്ന് പറയുന്നത്, ഇത് കുറേ പേരെ ചാനലൊക്കെ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറേ ചേഞ്ചസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ AI റൂളൊന്നും കറക്റ്റായിട്ട് യൂട്യൂബ് പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബ് പറയുകയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചാനൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് മോണിറ്റൈസേഷനൊക്കെ കിട്ടും. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയവരാണെങ്കിൽ പോലും ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒറിജിനൽ കണ്ടൻറ്റ് ഇട്ടാൽ മതി. മറ്റുള്ളവരുടെ റീയൂസ്ഡ് കണ്ടൻറ്റോ റിപ്പീറ്റഡ് കണ്ടൻറ്റോ ഇടാതിരുന്നാൽ മതി. നമ്മൾ ഓൺ കണ്ടൻറ്റ് യൂട്യൂബ് മോണിറ്റൈസേഷൻ തരുന്നതാണ്. ജൂലൈ 15 ശേഷമാണ് ഈ റൂൾ വന്നത്. അത് സ്ട്രിക്റ്റ് ആയിട്ട് അടുത്ത വർഷം തന്നെ യൂട്യൂബ് ഫോളോ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ റൂൾസ് വന്ന് ഓരോരുത്തരുടെ ചാനൽ ഇങ്ങനെ പോകുന്നുണ്ട്, ചിലവരുടെ ചാനൽ പോയിട്ടില്ല. അങ്ങനെയൊക്കെ വരുന്നതേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ളത് യൂട്യൂബ് ഇനി മുന്നോട്ട് അറിയിക്കുന്നതാണ്. യൂട്യൂബിൽ വന്ന കുറേ അപ്ഡേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.